സ്ഥലമാറ്റത്തിന് പിന്നാലെ ജീവനൊടുക്കിയ കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്കായ ആശാലതയുടെ മരണത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ADMന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കണ്ണൂർ ചൊക്ലിയിൽ കുഴഞ്ഞു വീണ് മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സംസ്കാര ചടങ്ങുകൾക്കു ശേഷം സ്ഥലമാറ്റത്തിനെതിരെ ആരോഗ്യ വകുപ്പിന് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ വിവരങ്ങളുമായിട്ടുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് മനോവിഷമത്തിൽ, സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള മനോവിഷമത്തെ തുടർന്നുണ്ടായ ജീവനൊടുക്കലാണ്, ആത്മഹത്യയാണ് എന്നുള്ളൊരു വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. പോലീസിന് അവർ നൽകിയിരിക്കുന്ന മൊഴിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? സജലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, മുൻപൊക്കെ തന്നെ ഇത്തരം ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരെ പക്ഷപാതരഹിതമായി ചില പ്രത്യേക ഇടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു രീതി വർഷങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഉണ്ടായിട്ടുണ്ട്. സർവീസ് സംഘടനകൾ വ്യത്യസ്തമായ രീതിയിൽ സർവീസ് സംഘടന നേതാക്കളെ ഉൾപ്പെടെ വിദൂര ഇടങ്ങളിലേക്ക് പോലും സ്ഥലം മാറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആ തരത്തിൽ ആ ഉദ്യോഗസ്ഥർക്കൊന്നും വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ അകാരണമായി എന്താണെന്നറിയില്ല, ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സ്ഥലമാറ്റം ഈ ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂരിലെ ലേഖ എന്ന ഹെൽത്ത് നേഴ്സിൻ്റെ മരണം അത്തരത്തിലാണെന്ന് തന്നെയാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്, നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നത്. കാരണം 4 മാസം മുമ്പാണ് ചൊക്ലിയിൽ അവർ സ്ഥലം മാറി വന്നത്. ഉടൻ തന്നെ അവരെ പിണറായിലേക്ക് അസൗകര്യങ്ങളൊന്നും പരിഗണിക്കാതെ തന്നെ മാറ്റി എന്നത് വസ്തുതാപരമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അവർ എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാനസിക സമ്മർദ്ദം വലിയ തോതിൽ അവരെ ബാധിച്ചിരുന്നു. ജോലിഭാരവും ഒക്കെ കൂടെ അവരെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് അവർ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത് അത്തരത്തിലൊരു മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടായ മരണമാണ് എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ യുവജന സംഘടനകൾ DYFI ഉൾപ്പെടെ വലിയ സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ട്രാൻസ്ഫറിൻ്റെ പേരിൽ ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പം നടത്തുന്നത് UDF ഗവൺമെൻറ് എന്ന ആരോപണം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന രീതി ഒഴിവാക്കണമെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കാസർഗോഡ് ഈ ആശാലത എന്ന UD ക്ലർക്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇപ്പോഴും പറയുന്നത് തനിക്ക് താൻ ജീവനൊടുക്കാൻ കാരണമായത് വ്യക്തിപരമായ കാരണങ്ങൾ, തൻ്റെ മാനസിക സമ്മർദ്ദം കൊണ്ടാണ്, അതിന് മറ്റാർക്കും ബന്ധമില്ല എന്ന തരത്തിൽ ഒരു മൊഴി ബന്ധുക്കളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നൽകി എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ഉത്തരവിട്ടിട്ടുള്ളത്. ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് വന്നോ അതൊക്കെ കൂടെ പരിശോധിക്കണമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നു. എന്തായാലും മാനസിക സമ്മർദ്ദം ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിക്കുന്നു എന്നത് ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. ഓക്കെ.